ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളപ്പോൾ എക്കെയിൻ ഒരു ഹൊറർ ഗെയിം ആയിട്ടാണ് വന്നത്. ഗെയിമിൻ്റെ പേര് ദ ഗോസ്റ്റ് മൾട്ടിപ്ലെയർ എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ നമ്മുടെ ഗ്രാനി നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേറൊരു ഹൊറർ ഗെയിമായിട്ട് തിരിച്ചു വന്നേക്കാണ്. അപ്പോൾ ഇത് നമ്മൾ കളിക്കാൻ പോണ മാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ മാപ്പാണ്. അതിൽ ഏകദേശം കുറേ മാപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ കളിക്കാൻ പോണ മാപ്പ് ഹോസ്പിറ്റലാണ്. പിന്നെ വീഡിയോ കിടക്കുമ്പോൾ ഏതെങ്കിലും കൂടി ഒരു ചാനൽ സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതൽ പറയുന്നില്ല, വീഡിയോയിലേക്ക് കടക്കാം. അതായത് ഒരു റൂമിൽ വന്നിട്ട് ഇവിടെ നിറച്ചും ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മൾട്ടിപ്ലെയർ ആയതുകൊണ്ട് ഇതാണ് റൂം തോന്നുന്നു. എടാ നമ്മളിപ്പോൾ എങ്ങനെ എസ്കേപ്പ് ആവുക? ആ ഡോർ തുറന്ന് പോണോ? ഓക്കെ, ഈ വണ്ടി എന്താ സംഭവം? ഓ എടാ, ഇതിന്റെ പാർട്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. ഓക്കെ ഓക്കെ, മറ്റേ ബാറ്ററിയും സംഭവങ്ങളൊക്കെ വേണം തോന്നുന്നു. മറ്റവന്മാരൊക്കെ അവിടെ ഉണ്ടോ? ഇവിടെ ഒന്നും ഇല്ല തോന്നുന്നു. അവന്മാർ തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് ഇവന്മാരിൻ്റെ പിന്നാലെ പോവാം. ഡോർ തുറക്കും മച്ചാനെ. പട പട പട. ഇതൊക്കെ നമുക്ക് തുറന്ന് ചെക്ക് ചെയ്യണം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒന്നുമില്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? അമ്പോ, ഇതിൽ ചവിട്ടാണ്ടിരിക്കാൻ നല്ലത് കേട്ടോ. ചവിട്ടി പറഞ്ഞാൽ എല്ലാ വള്ളിയും വരും. ഇവിടെ അങ്ങോട്ട് മാറാ. ഓക്കെ, നമുക്ക് ഇതിൽ കൂടെ തന്നെ തിരിച്ചു പോകാം. അവിടെ നമുക്കൊരു സംഭവം കിട്ടിയിട്ടില്ല. വേറെ അങ്ങോട്ടേക്കും പോവാം. നമ്മളിപ്പോൾ ഏത് വഴി വന്ന്? ഇവിടെ ഇതിൽ കൂടെ എടാ വന്നത് നമ്മളിപ്പോൾ. ഇതിൽ കൂടെ വന്നു. ഇവിടെ ഇവിടെ ഒന്നും ഇല്ല കേട്ടാ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇല്ല. ഇവിടെ ഒന്നുമില്ല. ഇത് തുറക്കണമെങ്കിൽ വല്ല ക്രോബാറും വേണമായിരിക്കും. ഇവിടെ അവന്മാരൊക്കെ തിരിച്ചു വരണ്ടല്ലോ. നമുക്ക് ഒറ്റയ്ക്ക് പോകാം. എൻ്റെ അമ്മ, ഇതാ പ്രേതം. ഇതോടോ പ്രേതം. എൻ്റെ അമ്മേ, അത് വന്നു കണ്ടോ നിങ്ങള്? എൻ്റെ അമ്മ, ഞാൻ ടെൻഷനായിട്ട് അങ്ങോട്ട്. അത് പെട്ടെന്ന് എന്തോ പറന്ന പോലെ വന്നു സംഭവം. അതെന്തായിന്ന് അറിയില്ല കേട്ടോ. അതിനെ പിടിച്ചില്ല, എന്തോ ഭാഗ്യം. ജസ്റ്റ് മിസ് എന്ന് പറയാണെങ്കിൽ. ലൈറ്റ് ബ്ലിങ്ക് ആണ് കണ്ടപ്പോഴേ തോന്നി കേസ് അവിടെ എന്തെങ്കിലും ഉണ്ടാവുന്നു. എൻ്റെ അമ്മോ, എന്തൊരു സാധനം ദേവരെ. എടാ, ഇത് കുറച്ച് ക്രീപ്പി എന്ന് തോന്നുന്നു ഗൈസ്. എനിക്ക് പേടിയാവുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. എടാ, ഫ്യൂൽ കിട്ടി. എടാ, എനിക്ക് ഫ്യൂൽ കിട്ടി. ഫസ്റ്റ് തന്നെ ഫ്യൂൽ കിട്ടി. ഓക്കെ, വാ, നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് ഫ്യൂൽ ഫില്ല് ചെയ്യാം. അത് എവിടെ സംഭവത്തിൻ്റെ സ്ഥലം എവിടെയാ? ഞാൻ മറന്നു വഴി. ഓക്കെ ഓക്കെ ഓക്കെ, വേഗം കൊണ്ട് ഫില്ല് ചെയ്യട്ടെ. അത് ഇതാണ് തോന്നുന്നു. ഏതിൽ കൂടെ കൊണ്ട്? ഇതാണോ? ഇതല്ല. എടാ, വഴി എവിടെയാടാ? ഇതന്നെ കിട്ടി. ഫ്യൂൽ ഫില്ലി. ഓക്കെ, ഫ്യൂൽ ഫില്ല് ചെയ്തിട്ട് ഇനി നമുക്ക് കീ കണ്ടുപിടിക്കണം, ബാറ്ററി കണ്ടുപിടിക്കണം, 4 വീലും കണ്ടുപിടിക്കണം കേട്ടോ. ഓക്കെ, ഫസ്റ്റിനെ നമുക്ക് ഫ്യൂൽ കിട്ടിയിട്ടാ ഗൈസ്. ഇവിടെ പ്രേതമുണ്ട്. എൻ്റെ ലൈറ്റ് ബ്ലിങ്ക് ആവണം കേട്ടോ. എടാ, എന്നെ പ്രേതം പിടിക്കും. ആരോ ബ്ലീഡിങ് ആയി. ആരെയോ പിടിച്ചുകൂട്ടാ. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഈ സ്വയത്തിനെ അങ്ങനെയൊക്കെ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും അറിഞ്ഞം പിടിക്കുന്നുണ്ട് കേട്ടാ. എനിക്കാണെങ്കിൽ ഒടുക്കത്തെ പേടിയായിട്ട് വയ്യ. ഇതിപ്പോ എവിടെ എത്തി? ഇതൊക്കെ ഏതാ സ്ഥലം? ഇത് നമ്മൾ വന്ന വഴിയല്ലേ? പക്ഷെ അവിടെ വാനില്ലല്ലോ. അതെന്താ അത്? വാട്ട് ദ ഗൈസ്. ഈ ഡോറിന്ന് തുറന്നു നോക്കാം. അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ ഷെൽഫൊക്കെ ഒന്ന് തുറന്നു നോക്കട്ടെ. ഇനി എടാ, അതെന്താ? ഓക്കെ, മെഡിക്കറ്റ് കിട്ടിയില്ല നമുക്ക്. അവിടെ ആരും ചത്തു. ഇത്ര പെട്ടെന്ന് ചത്തു കഴിഞ്ഞ ആൾക്കാര്. എടാ, ഇത് സീന് ഗെയിം കേട്ടാ. ഒന്നും പറയാനില്ല വിഷയം. എടാ, അപ്പൊ എന്റെ കൂടെ വന്നവനെ കാണാനുമില്ല. പണി പാളിന്നാ തോന്നുന്നു. ഉമ്മാരൊക്കെ ഇത് എവിടെയാണ് ഗൈസ്? എനിക്കാണെങ്കിൽ കളിയും നേരമാണ് അറിയൂല. ഏതേതാ ബാസ്കറ്റ് കോർട്ടൊക്കെ എത്തിക്കണ്. എൻ്റെ അമ്മേ, അയ്യോ. ഓടോട്. എൻ്റെ അമ്മ, എൻ്റെ ബാക്കിൽ പ്രേതം വരേണ്ടി തോന്നുന്നു. അയ്യോ മച്ചാനെ, ഓടിക്കോ. പ്രേതം ബാക്കില്. എടാ, ഓടാ. പൊട്ടന്മാര് അങ്ങോട്ട് പോയി പണി വാങ്ങിച്ചു കൂട്ടുന്ന തോന്നുന്നു കേട്ടോ. അവിടെ എൻ്റെ പ്രേതം പുറകെ ഉണ്ട് കേട്ടാ. ഞാൻ പെട്ട് പ്രേതം പോയി.
ഇതെന്തൊരു പിന്നെ മീനു ഞാൻ പെട്ട് അയ്യോ പെട്ട് പിടിക്കല്ലേ മോനെ, പ്ലീസ് കാലോടിയാ. ഓക്കെ, അത് പോയി, എവിടെയോ പോയി, എങ്ങോട്ടോ പോയി കഴിച്ചത്. എനിക്ക് പേടിയായിട്ട് വയ്യ. കൂടെ വന്ന പൊട്ടന്മാരെയും കാണാനില്ല. അവന്മാര് പേടിച്ചോ അതോ ഓടി. എവിടെ അവന്മാര്? അതാ കണ്ട് ഒരുത്തനെ കണ്ട്. മച്ചനെ, ഞാൻ പിന്നാലെയുണ്ട്, ഒട്ടും പഠിക്കണ്ട, ഞാൻ കൂടെ ഉണ്ട്. മച്ചനെ പേടിക്കാൻ വേണ്ട, ഞാൻ കൂടെ ഇല്ലാത്ത കാലം. ഓക്കെ, ഈ ഡോറ് തുറക്കണമെങ്കിൽ ബ്ലൂ കീ വേണമെന്നാ പറയുന്നത്. ഇതിനെന്ത് കീ ഉണ്ട്? ഇതിന് റെഡ് കീ വേണം. ഇതൊക്കെ അവിടെ ഉള്ളു. ഇതൊന്ന് വാർഡാ. എന്തൊരു എടാ ബാറ്ററി കിട്ടി. എടാ സീൻ കിട്ടാ. സിമ്പിളായിട്ട് നമ്മള് പ്രൊഫഷണൽ ആയതുകൊണ്ട് എല്ലാ സ്പീഡായി കിട്ടുന്നുണ്ട്. മച്ചാനെ, എനിക്കൊരു ബാറ്ററി കിട്ടിണ്ട്, എൻ്റെ കൂടെ വാ. അല്ല, നമ്മളിപ്പോ എങ്ങോട്ടാ പോകണ്ട്? ഏതാ വഴി? അയ്യോ എവിടാ? ഈ ഡോറ് കണ്ടുപിടിക്കാൻ കുറച്ച് പാടുണ്ട്. ഞാൻ എന്തായാലും ഒന്ന് കണ്ടുപിടിക്കട്ടെടാ. ഓക്കെ ഗൈസ്, ഏകദേശം ഇവിടെ തന്നെ ഉണ്ട് തോന്നുന്നു. ഇതാണെന്ന് തോന്നുന്നു ഗൈസ്. അതന്നെ ബാറ്ററി നമുക്ക് കൊണ്ട് ഫിറ്റ് ചെയ്യാം. അവൻ വീല് ഫിറ്റ് ചെയ്തിരിക്കണ്. നമുക്ക് ഈ ബാറ്ററിയും കൂടി ഒന്ന് ഫിറ്റ് ചെയ്യാം. എവിടെ ഫിറ്റ് ചെയ്യടാ? ഓക്കെ, ഇനി നമുക്ക് 2 വീലും ഒരു കീയും കൂടി കിട്ടിയാൽ നമ്മൾ എസ്കേപ്പ് ആവും ഗൈസ് ഇവിടുന്ന്. ഓക്കെ, ഷടപടാൻ സെറ്റാക്കണം എല്ലാം. ഓക്കെ മച്ചാനെ ഓടിക്കോ, ഒന്നും നോക്കണ്ട. നമ്മളിവിടെയൊക്കെ തിരഞ്ഞതാണ് ഗൈസ്. ഇവിടെ ഒന്നും ഒരു സംഭവമില്ല. നമ്മളെല്ലാം ഷടപടം ചെയ്യേണ്ടി ഗൈസ്. നമ്മൾ പ്രൊഫഷണൽ പ്ലെയർ ആയതുകൊണ്ടേ. നമ്മളിവിടെ എന്തിനാ വന്നെന്ന് എനിക്കറിയില്ല. അത് വേറൊരു സംഭവം. അതാ അടുത്ത മെഡിക്കറ്റ് കിട്ടി എനിക്ക്. ഇവന്മാരൊക്കെ കൂടെ കളിക്കുന്നവരൊക്കെ വെറുതെ കളിക്കുന്നു. അവർക്കൊന്നും തിരയണില്ല. എൻ്റെ വേറൊരു ചെക്കൻ മാത്രം ഉണ്ട് ഗൈസ്. അവൻ വീലൊക്കെ ഷടപടമെന്ന് എടുക്കുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കുള്ളൂ. എടാ ഞാൻ ഇവിടെ ഒറ്റയ്ക്കുള്ളൂ. കൂടെ വന്നവന്മാരൊക്കെ അവിടെ. എടാ അത് സീന് കേട്ടാ. ഇവിടെ എന്താള്? ഇവിടെ ഒന്നുമില്ല. ഓക്കെ പോവാ. അതെന്താ വെള്ള സംഭവം? നമുക്ക് അവിടെ പോയി നോക്കാം. ജസ്റ്റ് ഒന്ന് പോയി നോക്കാട്ടോ. അവിടെ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്. ഇവിടെ അടുത്ത് എവിടെയോ ഉണ്ട് ആശ. ചെറിയ പേടി ഉള്ളിലുണ്ട് കഴിച്ച് എനിക്ക്. അയ്യോ ബാക്കിലെന്താ? പിടിച്ച് എന്നെ പിടിച്ച്. അയ്യോ ഓട്. അവിടെ എന്നെ പിടിക്കുന്ന തോന്നുന്നു കേട്ടാ. ബാക്കിലുണ്ട്, എന്നെ ലൈറ്റ് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുക. എന്നെ പിടിക്കും. പോയാ പ്രേതം പോയി തോന്നുന്നു കേട്ടോ. ഇല്ലല്ലോ, ബാക്കിൽ വരുന്നുണ്ട്. ശിവനേ, കണ്ട വഴി ഓടിക്കോ. എടാ വഴിയില്ല. പെട്ടു. പെട്രാ. എടാ ഒരു സംഭവം മനസ്സിലായിട്ടാ. ഇത് കുറച്ച് നമ്മൾ ഓടി. പെട്രാ. അയ്യോ ശിവനെ നായി കേട്ടാ. അത് ടക്കുന്ന് ഓടി വരുന്നുണ്ട്. ഓടിയിട്ടില്ല, അത് പറന്നാ വരുന്നത്. പിന്നെ ഇതിനൊരു പ്രശ്നമുണ്ട്. കുറച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ മതിയായിട്ട് അത് തന്നെ പോകുന്നുട്ടാ. അതൊരു ഷൊട്ടത്തിയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് മതിയായിട്ട് പോകുന്നത്. ഇതൊന്നും നമ്മൾ തുറന്നതാണല്ലോ, പിന്നെന്തിനാ? ഈ മച്ചാന്മാർ ഏത് ഭാഷക്കാരാണെന്ന് എനിക്കറിയില്ല. അവിടെ ഒരു വെള്ള ലൈറ്റ് കത്തുന്നുണ്ട്, ഒരു റിങ് പോലെ. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. നേരെ നിങ്ങൾക്ക് കാണണ്ടോന്നറിയില്ല കേട്ടോ. എൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു വെള്ള ലൈറ്റ്. എവിടെ അത്? ഈ റൂമിലാ? ഇവിടെ അല്ല, താഴെയെന്ന് തോന്നുന്നു കേട്ടോ. എന്തൊരു ഭയങ്കര ഇറക്കത്തിലെ സംഭവം. അതെവിടെ പോയി? അത് എന്തൊക്കെയാണ് സംഭവിക്കണേ? കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ്? എടാ ആരെ പിടിച്ചു കിട്ടാ? ഞാൻ അടുത്തില്ല. എന്നെ പിടിച്ചില്ല. എൻ്റെ മെഡിക്കറ്റ് ഉണ്ട് ബ്രോ, ഞാൻ റിവൈവ് ചെയ്യാം. എടാ നിങ്ങൾ കണ്ട വന്നത്? ഞാൻ ശരിക്കും പേടിച്ചു, സത്യമായിട്ടും പേടിച്ചു. ഞാൻ ജംസ്കെയർ ആയിട്ടാ ശരിക്കും പറഞ്ഞ. അയ്യോ, അതാ ഡോറിന്റെ ഉള്ളിൽ കൂടെ കയറി വന്ന്. പക്ഷെ എന്നെ പിടിച്ചില്ല, പുറത്തുള്ളവനെ പിടിച്ച്.
അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ ശരിക്കും പേടിച്ചത് അത് വന്നപ്പോൾ. ബ്രോ എൻ്റെ പുറകെ വരാൻ പറ്റുമോ? ഈ അണ്ടർഗ്രൗണ്ടിൽ എന്തോ ഒരു സുനാപ്പി ഉണ്ട്. എനിക്ക് അവിടെ ലൈറ്റ് കത്തില്ല. എടാ അത് എവിടെയാണ്? ഇവിടെ ഒന്നല്ലേ. ഓക്കെ, അവന്മാരെ അങ്ങോട്ട് പോയിട്ട് അത് കണ്ടിട്ട് അവരന്മാർ ഇങ്ങോട്ട് പോയിക്കണ്. അവന്മാരെ കാണാനില്ല. എവിടെ അത്? എടാ അത് ഈ റൂമിലാ തോന്നുന്നു കേട്ടോ. അതിൻ്റെ കീ ഇനി കണ്ടുപിടിക്കണം. അതൊരു ടാസ്ക്കാണ്. ഈ മിക്കവാറും തോന്നണം അത് കീയോ ടയറോ വല്ല ആയിക്കും അതിൻ്റെ ഉള്ളിൽ. അല്ലാണ്ട് വേറെ വരാൻ ചാൻസ് ഇല്ല. കീ ഇവിടെ ഒന്നുമില്ല. നമുക്കൊന്ന് ഒറ്റയ്ക്ക് ആ ഫൗണ്ട് കീയാ. ഏതിൻ്റെ കീ കണ്ടുപിടിച്ച്? വണ്ടീൻ്റെ കീ ആണോ അതോ ഡോറിൻ്റെ കീ ആണോ? നമുക്ക് അറിയുന്നില്ലല്ലോ. എൻ്റെ അടുത്ത് ചോദിക്കാനും ഇപ്പോൾ വഴിയില്ല. ഈ വണ്ടീൻ്റെ കീയാ കിട്ടിയെന്ന് തോന്നുന്നു. പുള്ളി എന്തായാലും പോയി വെക്കാം. നമുക്ക് പുറകെ പോകട്ടെ, അല്ലെങ്കിൽ നമ്മൾ ബ്ലീഡിങ് ആയി കഴിഞ്ഞാലേ റിവൈവ് ചെയ്യാൻ ആള് ഉണ്ടാവില്ല. പുറകെ പോയിട്ട് പിടിക്കാം. പ്രേതം പുറകെ ഉണ്ടാവുന്നൊരു സംശയം. പോട്ടെ പോട്ടെ പോട്ടെ. ഓക്കെ, വണ്ടീൻ്റെ കീ കിട്ടി. അല്ല ഫിക്സാ. വീല് ഫിക്സ് ചെയ്തു. വാൻ്റെ കീ വെച്ചു. ഇനി ഒരു വീലും കൂടി കേസ് മതി. എൻ്റെ മോനെ കേസ്, ഇനി ഒരു വീലും കൂടി മതി നമ്മൾ ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ. അതിൻ്റെ ഉള്ളിൽ നമ്മളെ പിടിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ലക്ക് കേസ്. രണ്ട് വേറൊന്നും പറയാനില്ല. നമുക്ക് അതായിരിക്കും ചിലപ്പോൾ മറ്റേ വീല്. അത് തുറക്കണമെങ്കിൽ വേറെ കീ വേണം. അതിപ്പോൾ എവിടെ ഉള്ളത്? ലോക്ക് പിക്ക് റീസ്പോൺ ആയിക്കണ്. മറ്റേ കീ ഇനി അവിടെ പോയി തരാനാ? ജസ്റ്റ് ഒന്ന് പോയി നോക്കണം. എല്ലാവിടെയും തിരഞ്ഞാൽ മാത്രം സംഭവം കിട്ടും കേട്ടോ. നമ്മൾ വന്നവിടെ തന്നെയാടാ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊരു ശല്യം ഇത്. ഇതേ ഇവിടെ എന്തോ സ്പോണായി. ബ്രോ ഇവിടെ എന്തോ സ്പോണായിട്ടോ. അവിടെ ഈ ഡോർ തുറന്നാ? അവന്മാര് ആ ഡോർ തുറന്നു. ഇതിൻ്റെ ഉള്ളിൽ കാര്യമുണ്ടാ? നമ്മള് ഇവിടത്തെ റൂമിൽ വന്നില്ലായിരുന്നു. ഇവിടെ എന്തെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒന്ന്. അതെന്താ അത്? അതൊരു ഷേവിങ് ക്രീം അത്. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. പോവാ. എന്നെ ഇപ്പം മിക്കവാറും പ്രേതം പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഞാനിപ്പോൾ ഒരു വിജനമായ സ്ഥലത്ത് പെട്ട്. ഇവിടെ ആരില്ല എൻ്റെ കൂടെ. പെട്ടു. എൻ്റെ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്. ശരിക്കും ബ്ലിങ്ക് ആവുന്നുണ്ട്. ഓക്കെ, എൻ്റെ മുമ്പിലാണെന്ന് തോന്നുന്നു ആ വൈറ്റ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. ലോക്ക് പിക്ക് കിട്ടി ഗൈസ്. ലോക്ക് പിക്ക് കടച്ചാച്ച്. ഇനി മറ്റേ മണ്ടന്മാരനെ കണ്ടുപിടിക്കണം. അവന്മാരെവിടെയാണെന്ന് അറിയില്ല. നമുക്ക് മാപ്പിലൊന്ന് നോക്കാം. ഓ, ഞാൻ അവരുടെ ഓപ്പോസിറ്റ് ഓടിക്കൊണ്ടിരിക്കുക. എന്താ ചെയ്യുകയെന്ന് പറ. അവന്മാരവിടെ, ഞാൻ അങ്ങോട്ട് ഓടുക. നേരെ പോവാം. അച്ഛമ്മേനെ ഞാൻ അവിടെ ഉണ്ട്. പേടിക്കണ്ട, നിങ്ങളാരും പേടിക്കണ്ട. കൂടെയുള്ള ധൈര്യശാലി ഞാൻ മാത്രമേ ഉള്ളൂ ഗൈസ്. എന്താ ചെയ്യുക? ഭയങ്കര ധൈര്യമുള്ളതുകൊണ്ടേ നമ്മൾ കൂടെ ആരും പേടണ്ട. നമ്മൾ വലിയ ധൈര്യശാലിയാണ്. കണ്ടില്ല, നമ്മൾ ഒറ്റയ്ക്കൊക്കെ പോണ കണ്ടില്ലേ നിങ്ങൾ? അതാണ് ബ്രോ. ഇവിടെ ഞാൻ വന്ന് നോക്കി, ഇവിടെ ഒരു തേങ്ങയില്ല. തിരിച്ചു വാ. ഓക്കെ, നമുക്ക് മറ്റേ അടിയിൽ എന്തോ ഒരു സ്ഥലം ഉണ്ട്, അണ്ടർഗ്രൗണ്ട്. ഞാൻ പോയി നോക്കട്ടെ. ആ മോർച്ചറിയാ ശിവനെ. എടാ ഇത് കുറച്ച് സീനാണ്. അത് മറ്റേ സംഭവല്ലേ, എന്താണ് പറയുക. എടാ മെഡിക്കറ്റ് കിട്ടി വീണ്ടും. എഗെയിൻ ആൻഡ് എഗെയിൻ കേസ്. നമുക്ക് മെഡിക്കറ്റ് കടച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും ഇല്ല തോന്നുന്നു മച്ചാനെ. ഇവിടെ ഒന്നുമില്ല. ഇതിൻ്റെ ഉള്ളിലൊക്കെ എത്ര ബോഡി വന്നു. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. പോവാ. ഇവിടെ നിന്നൊരു മെഡിക്കറ്റ് മാത്രം കിട്ടി. വേറൊരു തേങ്ങയും കിട്ടിയില്ല. പിന്നെ എൻ്റെ കയ്യിൽ എന്തോ ഒരു സുനാപ്പിളിയും കൂടി ഉണ്ട്. ലോക്ക് പിക്ക്. വേഗം നമുക്ക് ഒരു ടേബിളിൽ അതൊക്കെ തുറന്ന് വെച്ചിരിക്കണ കാരണം ഓൾറെഡി നേരെ പോയി നോക്കാം. ഓൾറെഡി തുറന്നിക്കണ്. നമുക്ക് നേരെ പോയിട്ട് ഇതൊക്കെ ഇവന്മാരെ എപ്പോൾ വന്ന് തുറന്നടേ? ഞാനൊന്നും ഇല്ലല്ലോ. ഞാൻ അപ്പോൾ ഒറ്റയ്ക്ക് കേട്ടോ. ഉമ്മമാർ ഇവിടെയൊക്കെ എത്തിയില്ലേ?
എൻ്റെ അമ്മേ, അപ്പം ഇത്ര ഞാൻ ഒരു റിസ്കിലാണ് കളിച്ചോണ്ടിരുന്നു. ഇത് തുറക്കാൻ പറ്റില്ല. ഇവിടെ ഫാൻ ഇല്ല ഗൈസ്. ഇത് മറ്റേ സ്ഥലമാണ്. എന്താ എന്ത് എനിക്ക് കാണില്ല നേരെ. ആരുടെ ബ്ലീഡിങ് ആയത്? എടാ ഇവിടെ പ്രേതം ഉണ്ടായിരുന്നു. അപ്പോ എൻ്റെ മോനെ ഇതവിടെ പ്രേതം ഉണ്ട് കിട്ടതാ. അവനവിടെ ബ്ലീഡിങ് ആയി. മറ്റേ പൊട്ടനവിടെ എടാ റിവൈവ് അവനെ. അവൻ മോശറി പെട്ട് അവൻ ലെഫ്റ്റായി പോയിടാ. ഇനി ഞാനും വേറെ എത്താൻ മാത്രമേ ഉള്ളൂ. അവനവിടെ പോയി. ഇനി അവനെ കണ്ടുപിടിക്കണം ഗൈസ്. ഇനി ചത്തു കഴിഞ്ഞാൽ എനിക്ക് വേറൊന്നും പറയാനില്ല. ഒരു ടയർ മതി ഗൈസ്. ഇനി ഒറ്റൊരു ടയർ മതി നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ. ഓക്കെ വേറെ ഗൈസ് നമുക്കൊരു സംഭവം കിട്ടണില്ല കേട്ടോ ഇവിടെ നിന്ന്. ഈ വെള്ള ലൈറ്റ് മറ്റേ ആ തുറക്കാനുള്ള ഡോറിലാണ് തോന്നുന്നത്. ഈ ലോക്ക് പിക്ക് വെച്ചിട്ട് അത് തുറക്കാൻ പറ്റുമോ? അത് അതിൻ്റെ സെറ്റപ്പ് ഉണ്ടോ? നമുക്കൊന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. ലോക്ക് പിക്ക് വെച്ച് തുറക്കാൻ പറ്റുമോ? ഇല്ലടേ, ലോക്ക് പിക്ക് പറ്റില്ല കേട്ടോ. പ്രേതം ഇവിടെ എവിടെയോ ഉണ്ട്. ലൈറ്റ് നന്നായിട്ട് ബ്ലിങ്ക് ആവുന്നുണ്ട് എൻ്റെ. എടാ പെട്ടെന്ന് തോന്നുന്നു കേട്ടാ. അയ്യോ എൻ്റെ അമ്മേ കേട്ടാ. അയ്യോ എൻ്റെ അമ്മേ. എടാ ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിട്ടാ. പെട്ടെന്ന് പിടിച്ചോ ഇത്. അയ്യോ എടാ ഇപ്പോഴെന്നെ നെഞ്ചടിക്കുന്നു ഇവിടെ ഉള്ളില്. മറ്റവനോടെ എന്നെ റിവൈവ് ചെയ്യണമല്ലോ. ഞാനൊരു കമന്റ് ഇടട്ടെ. ഹെൽപ്പ് മീ പ്ലീസ്. എവിടെടാ അവൻ? ഇതാവുമ്പോ മറ്റേ വേറെ ഗെയിംസ് പോലെയല്ല കേസ്. ഇതില് നമ്മള് നോക്കായി കഴിഞ്ഞാൽ പിന്നെ നടക്കാനൊന്നും പറ്റില്ല. ഇവിടെ തന്നെ ഇരുന്ന് ഇങ്ങനെ ഇളകാനേ പറ്റുള്ളൂ. ഓക്കെ നമ്മൾ ചാകാനായിട്ട്. ഫൈനലി കേസ് നമ്മൾ ചത്ത്. വേറൊന്നും പറയാനില്ല, നമ്മൾ ചത്തു. ഈ മറ്റവനോട് അവനെങ്ങനെ നമ്മളെ രക്ഷിച്ചാൽ മതി ഗൈസ്. എടാ ഒന്ന് രക്ഷിക്കറാ. അവനെയും കൂടി ഒന്ന് പ്രേതം പിടിച്ചാൽ മതി ഗൈസ്. എനിക്ക് സമാധാനം. ഞാൻ ലോക്ക് പിക്ക് എൻ്റെ കയ്യിലുണ്ടല്ലോ. പിന്നെന്താ അപ്പം ഇത് അത്ര ലോക്ക് പിക്ക് ഉണ്ട്. ഇത് റീസ്പോൺ ആവാൻ കുറേ ഉണ്ടോ? ഇവൻ അനങ്ങാണ്ട് നിൽക്കണ്. ഇത് കണക്ഷൻ പോയിട്ടാ ഗൈസ്. അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. ഇത് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അത്യാവശ്യം ടഫ് ഉണ്ട് ഗൈസ്. എടാ അത് കുറച്ച് സംഭവം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പവറുണ്ട് ഈ ഗോസ്റ്റ്. ഇതെന്താ അവിടെ എന്താ കളയല്ലോ? ഓ ട്രാപ്പൊക്കെ വെച്ചിട്ട് പോയി. ഗ്രാനി പോലെ കേട്ടാ. പക്ഷെ നമ്മൾ ഗ്രാനിയിൽ നമ്മൾ എന്തെങ്കിലും അതിനകത്തോട്ട് എടുത്ത് കിട്ടി കഴിഞ്ഞാൽ അത് അടയും. ഇത് സീനാണ്. ഇതൊന്നും തുറക്കാൻ പറ്റില്ല ഈ ഡോറ്. ഓക്കെ അത് അങ്ങനത്തെ ഒരു സീനാണ്. എടാ ഇവിടെയൊക്കെ ട്രാപ്പ് ഉണ്ട് കേട്ടോ. ഈ പെണ്ണുമ്പിള്ളത് അവിടെയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. മറ്റവനെ കാണാണ്ടായി. അവൻ്റെ നെറ്റ് പോയി തോന്നുന്നു ഗൈസ്. അപ്പം അങ്ങനെ തോന്നുന്നു. അവനെ കാണാനുമില്ല. ഓക്കെ അവൻ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനലി ഡെഡായി. നമ്മൾ തോറ്റു. എടാ ഒരു ടയർ മതിയായി എന്നറിയാം നമുക്ക് ജയിക്കാൻ. ആ ലാസ്റ്റ് എന്നെ പ്രേതം പിടിച്ചായിരുന്നു തോറ്റത്. മറ്റവൻ്റെ നെറ്റും പോയി, എല്ലാം പോയി. ലാസ്റ്റ് തോറ്റു. ഒരു ടയർ കിട്ടിയാൽ നമ്മൾ വിന്നായി ഗൈസ്. പക്ഷെ എന്ത് പറയാനാ. അപ്പോൾ ഇതിന് നെക്സ്റ്റ് പാർട്ട് ഉണ്ടാവും ഗൈസ്, നമ്മൾ എസ്കേപ്പ് ചെയ്യണതിൻ്റെ. അപ്പോൾ അത് ആ വീഡിയോ വരുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും ബൈ ഗൈസ്.